പിന്നെ സഹോദരങ്ങളെ, മഹ്ശറിൽ കാണുന്ന ഏറ്റവും ഭയാനകമായൊരു കാഴ്ചയുണ്ട്. നമ്മളെല്ലാവരും ആ കാഴ്ച കാണും. അമ്പിയാക്കളും മൗലിയാക്കളും എല്ലാ നബിമാരും ആ കാഴ്ച കാണും. ആ കാഴ്ച കണ്ടിട്ട് എല്ലാവരും മുട്ടുകെട്ടിയിരുന്നു പോകും. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, മഹ്ശറിലെ വല്ലാത്തൊരു കാഴ്ച നരകത്തെ കൊണ്ടുവരുന്നൊരു കാഴ്ചയാണ്. നരകം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. നരകം കത്തിച്ച് അള്ളാഹു റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചില്ലറ രൂപത്തിലൊന്നുമല്ല നരകത്തെ കത്തിച്ച് വെച്ചിരിക്കുന്നത്. 3000 കൊല്ലമാണ് നരകത്തെ കത്തിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. 3000 കൊല്ലം കത്തിച്ച ഒരു തീ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? അങ്ങനെ കത്തിച്ച് റെഡിയാക്കി വെച്ച നരകത്തെ കൊണ്ടുവന്ന് ഒരു ഭാഗത്ത് ബന്ധിപ്പിക്കാൻ വേണ്ടി മലക്കുകൾ കൊണ്ടുവരികയാണ്. ഹദീസിൽ കാണാം, യുഗ്താബി ജഹന്നം, ജഹന്നമിനെ കൊണ്ടുവരപ്പെടും. ആ ജഹന്നമിന് 70,000 കടിഞ്ഞാണുകളുണ്ട്. ഒറ്റ കടിഞ്ഞാൺ പിടിച്ചു വലിക്കാൻ 70,000 മലക്കുകളുണ്ട്. മൊത്തത്തിൽ 70,000 കടിഞ്ഞാണാണ്. ഒരു കടിഞ്ഞാൺ പിടിച്ചു വലിക്കുന്നത് 70,000 മലക്കുകളാണ്. അപ്പൊ മൊത്തം ഒന്ന് കൂട്ടി നോക്കൂ, എത്ര ആയിരം മലക്കുകൾ, എത്ര ലക്ഷം മലക്കുകൾ പിടിച്ചു വലിക്കണം. പിടിച്ചു വലിച്ചിങ്ങനെ കൊണ്ടുവരുന്നു നരകത്തെ. കൊണ്ടുവന്നിട്ട് അർശിന്റെ ഇടത്തെ ഭാഗത്ത് നരകത്തെ കെട്ടി ഭദ്രമാക്കാൻ വേണ്ടി പോവുകയാണ്. അർശിന്റെ ഇടത്തെ ഭാഗത്ത് നരകത്തെ ഭദ്രമാക്കാൻ വേണ്ടി പോകുമ്പോ സുബ്ഹാനല്ലാഹ്, ആ നരകം ഒന്നിങ്ങനെ കുലുങ്ങാൻ വേണ്ടി നോക്കുന്നു. ഒന്നിങ്ങനെ അതിന്റെ കടിഞ്ഞാൺ പൊട്ടിച്ചു പോകാൻ വേണ്ടി നോക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എങ്ങാനും നരകത്തിന്റെ കടിഞ്ഞാൺ മലക്കുകളെ കയ്യിൽ നിന്ന് ഒന്ന് ഊരിപ്പോയാൽ ലഅഹറഖത് അഹ്ലൽ ജമീഅ്, മഹ്ശറിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളെയും നരകം കത്തിച്ചാമ്പലാക്കും, കത്തിക്കരിച്ചു കളയും. അതിനു മാത്രം ശക്തി നരകത്തിനുണ്ട്. നരകത്തെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് കെട്ടുമ്പോൾ വതറാ കുല്ല ഉമ്മത്തിൻ ജാസിയാ, മുഴുവൻ ആളുകളും താഴെ അങ്ങോട്ട് മുട്ടുകെട്ടിയിരിക്കും. നിൽക്കുന്ന ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരൊറ്റ ആള് മാത്രമേ ആർജവത്വത്തോടെ നിൽക്കുന്ന ആളുണ്ടാകുള്ളൂ. അത് സയ്യിദുനാ വ നബിയ്യുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രം. ബാക്കി ജസാ കുല്ലു നബിയ്യിൻ വ വലിയ്യിൻ വ മലക്കിൻ. മലക്കുകളൊക്കെ എത്ര ഉണ്ട്? അതിന്റെ എണ്ണൊക്കെ പടച്ചോനെ അറിയുള്ളൂ. മലക്കുകളും താഴെ ഇരുന്നു പോയി, അമ്പിയാക്കളും താഴെ ഇരുന്നു പോയി, ഔലിയാക്കളും താഴെ ഇരുന്നു പോയി. അവരൊക്കെ ഇരുന്നു എന്ന് പറഞ്ഞാൽ ഇനി ബാക്കിയുള്ളവരുടെ ഇരുത്തം പറയണ്ടേ ഇല്ല. ബാക്കിയുള്ളവർ ഏതായാലും ഇരുന്നു, എല്ലാവരും എല്ലാവരും താഴെ മുട്ടുകെട്ടിയിരിക്കും, പേടിച്ചിട്ട് ഭയന്നിട്ട്. നരകത്തിന്റെ ആ ഭയാനകത അതൊരു സാങ്കല്പിക രൂപത്തിൽ വിശ്വസിക്കേണ്ട ഒന്നല്ല, യാഥാർത്ഥ്യമാണ്. അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തന്ന, വിശ്വസിക്കാൻ വേണ്ടി നമ്മെ പഠിപ്പിച്ചു തന്ന യാഥാർത്ഥ്യങ്ങളിൽ ഒന്നാണ് നരകം. ആ നരകത്തിൽ നിന്നാണ് ഞാനും നിങ്ങളും ഏറ്റവും അധികം ഒരു ദിവസം അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നത്. അത്ര കാവൽ ചോദിക്കുന്ന ഒരു വിഷയവും വേറെ ഇല്ല. ഇപ്പൊ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് 7 പ്രാവശ്യം പറഞ്ഞില്ലേ അല്ലാഹുമ്മ അജിർനി മിനന്നാർ. നാളെ സുബഹിന്റെ ശേഷവും പറയും അല്ലാഹുമ്മ അജിർനി മിനന്നാർ. ഖത്തീബ് ഉസ്താദ് ഖുതുബയിൽ ഏറ്റവും അധികം കാവൽ ചോദിച്ചത് എന്താ? നരകത്തിൽ നിന്നല്ലേ കാവൽ ചോദിച്ചത്. അത്ര കാവൽ ചോദിച്ച വേറെന്തെങ്കിലും വിഷയമുണ്ടോ? ഇല്ല. അപ്പൊ ആ നരകത്തിന്റെ ഭയാനകത ചെറുതല്ല. നരകത്തിന്റെ ഭയാനകത വളരെയധികം വലുതാണ്. സുബ്ഹാനല്ലാഹ്, നരകത്തിന്റെ ഭയാനകത ദൂരത്ത് നിന്ന് കാണുമ്പോഴേക്ക് തന്നെ പേടിച്ച് അട്ടഹസിച്ച് കരഞ്ഞു പോകുമെന്ന് ഖുർആൻ പറയുന്നു. നരകത്തെ നിഷേധിച്ച ആളുകൾ ഇദാ റഅതുഹും മിൻ മകാനിൻ ബഈദ് സമിഉ ലഹാ തഗയ്യുദൻ വസഫീറാ. ദൂരത്ത് നിന്ന് എന്ന് പറഞ്ഞാൽ 500 കൊല്ലത്തിന്റെ വൈദൂരം അപ്പുറത്ത് നിന്ന് നരകത്തെ കാണുമ്പോൾ നരകത്തിന് പതപതക്കുന്ന ശബ്ദവും, നരകത്തിന് തന്നെ വല്ലാത്ത
വല്ലാതെ അട്ടഹസിക്കുന്ന രൂപത്തിൽ ആർത്തിലക്കുന്ന ആർത്തിരമ്പുന്ന ശബ്ദവും അതുപോലെ തന്നെ നരകത്തിന് തിളച്ചു മറിയുന്ന ഗൗരവമാർന്ന ശബ്ദവും രണ്ടും നരകത്തിനുണ്ട്. അതങ്ങനെ കേൾക്കും. കേട്ടുകൊണ്ട് വരുന്ന ആളുകൾ പേടിച്ചുകൊണ്ട് ഹുനാലിക ദഅൂ സുബൂറാ, കഷ്ടനഷ്ടങ്ങളെ വിളിച്ചു പറയാൻ തുടങ്ങും. വിശ്വസിച്ചാൽ മതിയായിരുന്നു ദുനിയാവിൽ വെച്ച്, അള്ളാഹുവിനെ അനുസരിച്ച് നടന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറയും. പക്ഷേ അവിടെ പിന്നത് പറഞ്ഞിട്ട് കാര്യമില്ല. അതാര് കേൾക്കാനാണ്? അല്ലാഹു തആല അവരോട് പറയുന്നുണ്ട്, ലാ തദുല്ലൂമ സുബൂറൻ വാഹിദ വദഉ സുബൂറൻ കസീറാ. ഒരു നഷ്ടമായിട്ട് വിളിച്ചു പറയേണ്ട ഒരുപാട് നഷ്ടങ്ങൾ പറഞ്ഞോളൂ, ഒരുപാട് നഷ്ടക്കഥകൾ പറഞ്ഞോളൂ. പക്ഷെ അതൊന്നും സ്വീകരിക്കപ്പെടൂല. ലോകം കഴിഞ്ഞു. ഇത് പ്രതിഫലത്തിന്റെയും ശിക്ഷയുടെയും ലോകമാണ്. അധ്വാനത്തിന്റെ ലോകം കഴിഞ്ഞു. അത് ദുനിയാവായിരുന്നു. ഇവിടെ അധ്വാനത്തിന്റെ ലോകമല്ല, ഇവിടെ പ്രതിഫലത്തിന്റെയും അതുപോലെ തന്നെ പ്രതികാരത്തിന്റെയും ലോകമാണ്. ജസാഇന്റെ ലോകമാണിത്. ഇവിടെ നിങ്ങൾ എത്ര കരഞ്ഞിട്ടും കാര്യമില്ല, സങ്കടപ്പെട്ടിട്ടും കാര്യമില്ല. അതുകൊണ്ടൊന്നും ഒന്നും നേടാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്. അങ്ങനെ മഹ്ശറിലേക്ക് വന്ന് നിൽക്കുന്ന ആളുകൾ നരകത്തെ പിടിച്ചു കെട്ടുന്ന സന്ദർഭത്തിൽ എല്ലാവരും മുട്ടുകെട്ടിയിരിക്കുമ്പോ നരകത്തിന്റെ അടുത്തു പോയിട്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, അഊദു ബില്ലാഹി മിൻകി. നരകമേ, നിന്നിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു. അപ്പൊ നരകം നിബിതങ്ങളോട് ചോദിക്കാണ്, തങ്ങളെ നിങ്ങൾ എന്തിനാണ് കാവൽ ചോദിക്കുന്നത്? നിങ്ങളെ ശരീരം അള്ളാഹു എനിക്ക് നിഷിദ്ധമാക്കിയിട്ടുണ്ടല്ലോ. നിങ്ങൾ ഏതായാലും എന്റെ അടുത്തേക്കോ എന്റെ ഉള്ളിലേക്കോ നിങ്ങൾ പ്രവേശിക്കില്ലല്ലോ. നിങ്ങളെ ശരീരം എനിക്ക് അല്ലാഹു ഹറാമാക്കിയതല്ലേ. അവിടുന്ന് പറയുന്നു, ഞാൻ കാവൽ ചോദിച്ചത് എനിക്ക് വേണ്ടിയല്ല, ലി ഉമ്മത്തി, എന്റെ ഉമ്മത്തിന് വേണ്ടിയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഉമ്മത്തിന് വേണ്ടിയാണ് ഞാൻ കാവൽ ചോദിക്കുന്നത്, എനിക്ക് വേണ്ടിയല്ല. നരകത്തെ ഭദ്രമായി പിടിച്ചു കെട്ടിയ ശേഷം സഹോദരങ്ങളെ, മഹ്ശറിൽ എത്ര കാലം നിൽക്കും എന്നതിന്റെ വിഷയത്തിൽ വിവിധ അഭിപ്രായങ്ങൾ മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇരിക്കട്ടെ, പിന്നെ മഹ്ശറിലുള്ള ആളുകളൊക്കെ ഏറ്റവും അധികം പേടിപ്പെടുത്തുന്ന രൂപത്തിലേക്ക് പോകുന്ന ഒരു ചർച്ച, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നൊരു പ്രഖ്യാപനം വരുമ്പോഴാണ്. ഒന്നാമത് നരകത്തെ കാണുമ്പോ മുട്ടുകെട്ടിയിരുന്ന ആളുകൾ മുഴുവനും പിന്നെ എഴുന്നേറ്റ് അമ്പിയാക്കൾ അവരെ സ്ഥാനത്തേക്കും ഔലിയാക്കളും മലക്കുകളും ഓരോരുത്തർ സ്ഥാനത്തേക്കും മാറി നിൽക്കുമ്പോ കുറ്റവാളികളായ ആളുകളെ മറ്റൊരു ഭാഗത്തേക്ക് അല്ലാഹു തആല മാറ്റി നിർത്തും. രണ്ടു കൂട്ടരെയും വേർതിരിച്ച് അറിയാൻ പറ്റുമോ? പറ്റും. അടയാളങ്ങൾ അവർക്ക് അല്ലാഹു തആല കൊടുക്കുന്നുണ്ട്. ഈ ഉമ്മത്തിൽ നിന്ന് നരകത്തിൽ പോകാനുള്ള ആളുകൾക്കും അടയാളമുണ്ടോ? ഉണ്ട്. ഈ ഉമ്മത്തിൽ നിന്ന് മഹ്ശറിലെത്തുമ്പോ ആദ്യമായി മുഖം കറുക്കുന്നവരാരാന്നറിയുമോ? അവ്വലു മയ്യസ്വദ്ദുൽ വുജൂഹു മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ നിന്ന് ആദ്യമായി മുഖം കറുക്കുന്നവർ വുജൂഹു താരിക്കിസ്സലാ, നിസ്കരിക്കാത്തവരുടെ മുഖങ്ങളാണ്. നിസ്കാരല്ല, ബാക്കി എല്ലാത്തിനും ആള് റെഡിയാണ്. ഉറൂസിനും ചോറ് കൊടുക്കാനും ചോറ് വാങ്ങാനും, എവിടെങ്കിലൊക്കെ ഒരു സൽക്കാരം ഉണ്ടെങ്കിൽ അവിടെ പ്ലേറ്റ് വെക്കാനും പന്തല് കെട്ടാനും വരുന്ന ആൾക്കാർ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാനും ഒക്കെ റെഡിയാ. പക്ഷേ അയാളൊന്ന് ഉന്തിട്ടാ പോലും പടിഞ്ഞാട്ടേക്ക് ഉകൂല, കേക്കോട്ടെ ഉകൂൾ. നിസ്കരിക്കൂല എന്നർത്ഥം, ഒരു ഇഞ്ച് നിസ്കരിക്കൂല. നിസ്കരിക്കാത്തവനെ പറ്റി എങ്ങനെ ഒരു മുസ്ലിം എന്ന് പറയാൻ പറ്റും? ഇസ്ലാമിന്റെയും കുഫറിന്റെയും ഇടക്കുള്ള കാര്യമായുള്ള വ്യത്യാസം നിസ്കാരല്ലേ. പിന്നെ എങ്ങനെ ഓന് കൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൈ കൈകേണ്ടി വരും, ചിലപ്പോ വിമ്മിട്ട് കൈകേണ്ടി വരും, കൈ ശുദ്ധിയാണെങ്കിൽ. അത്രയും ആള് പോക്കാം. താരിഖുസ്സലാത്തിന്റെ മുഖമാണ് ആദ്യം കറുക്കുന്നത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ ഹദീസ് ഞാൻ എന്തിനാ ഇവിടെ പറഞ്ഞെന്നറിയോ? നിസ്കാരം പെരടിയിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്രിസ്വകാല ജീവിതേ ദുനിയാവിലുണ്ടാവുള്ളൂ, വേഗം അത് വീട്ടണം.
കാത്തു നിൽക്കണ്ട. മരിച്ചതിന്റെ ശേഷം ഉസ്താദുമാരാരെങ്കിലും ദ്വാരക്കുമ്പോ അത് അള്ളാഹുടെ പുറത്തിരുന്ന് എന്ന് കാത്തിരിക്കണ്ട. അതങ്ങനെ വിട്ടു കിട്ടൂല. അത് കുടുംബക്കാരെങ്കിലും നിസ്കരിച്ചിട്ടും സ്വതക്ക ചെയ്തിട്ടൊക്കെ പുറത്തു കിട്ടോളും, അങ്ങനെ കരുതണ്ട. നിസ്കാരം എന്ന് പറയുന്ന സംഗതി അത് ഭയങ്കര സംഗതിയാണ്. അത് ഏതെങ്കിലും ഒരൊറ്റ വക്കത്ത് പേരടിൽ ഖളാആയി നിൽക്കുന്നുണ്ടോ, സമയം ദീർഘിച്ചു പോകണ്ട, വീട്ടിയേക്കണം. എന്നിട്ട് ഖാലിസായ തൗബ ചെയ്യണം അല്ലാഹുവിനോട്. അറിഞ്ഞില്ല മനസ്സിലായില്ല എന്ന് പറയരുത്. റമളാൻ മാസം വരുമ്പോ ആളുകൾക്കൊരു പ്രത്യേക ചോദ്യമാണ്, ഉസ്താദേ കുറെ ഫർള് നിസ്കാരം പെരടിയിലുണ്ട്, തറാവിയും കൂടി നിസ്കരിക്കണോ? എന്നാ പിന്നെ അതുകൂടി നിസ്കരിക്കണ്ടെന്ന നാട് രക്ഷപ്പെട്ടു പോയല്ലോ. തറാവീഹിനെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമൊന്നും അല്ല അത്. അതിപ്പോഴും എപ്പോഴും ബാധിക്കുന്നതാണ്. അത്യാവശ്യത്തിനുള്ള സമയം മാത്രം മാറ്റിവെച്ച് അത്യാവശ്യം നിന്റെ ആരോഗ്യം നിലനിർത്താനുള്ള അത്യാവശ്യ ഉറക്കം, 6 മണിക്കൂർ പറ്റൂല, അത്യാവശ്യ ഉറക്കം. പരമാവധി ഒരാൾ ആരോഗ്യം നിലനിർത്താൻ എത്ര ഉറക്കം വേണം ഡോക്ടറോട് ചോദിക്കാം. ഡോക്ടർ പറഞ്ഞിട്ട് 4 മണിക്കൂർ ആ ഉറക്കം. ജോലിക്ക് വേണ്ടിയുള്ള സമയം, കാരണം കുടുംബം പോറ്റണ്ട. അതുപോലെ തന്നെ അത്യാവശ്യമായിട്ട് നിന്റെ ഭക്ഷണത്തിനും വിസർജനത്തിനുമുള്ള സമയം, അതൊക്കെ മാറ്റിവെച്ച് ബാക്കിയുള്ള സമയം മുഴുവനും നിസ്കരിക്കാൻ വേണ്ടി ഉപയോഗിക്കണം. ഒരു സമയം അതിൽ നിന്നും ഒഴിവില്ല. അപ്പൊ പിന്നെ അവിടെ വർത്താനം പറയാൻ പോകാനും ഇവിടെ വേറെ കാഴ്ച കാണാൻ പോകാനും ഒന്നും പറ്റൂല. സമയങ്ങളൊക്കെ ഇതിന് ഉപയോഗിക്കേണ്ടതാണ്. അപ്പൊ നിസ്കരിക്കാത്തവരെ ലിസ്റ്റിൽ പെട്ടിട്ട് മുഖം കറുക്കരുത്. വളരെ ശ്രദ്ധയോടുകൂടെ ഈ കാര്യം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണം. എന്തെങ്കിലും ഒന്നിന്റെ പേരിൽ ഒരു നിസ്കാരം, ഒറ്റ നിസ്കാരം നിങ്ങൾക്ക് അങ്ങനെ നഷ്ടപ്പെട്ടോ, വീട്ടിയിട്ട് ഖാലിസായ തൗബ ചെയ്യണം പടച്ച റബ്ബിനോട്. ഖൽബും ശരീരവും ഒക്കെ അറിയുന്ന അനുഭവിക്കുന്ന തൗബ ചെയ്തിട്ട് തീരുമാനം മേലാൽ ചെയ്യൂല. അല്ലാതെ ആ വിഷയത്തിന് മാറ്റല്ല. അത് അത്രയും ഗൗരവമേറിയതാണ്. ഇങ്ങനെയുള്ള ഈ കുറ്റവാളികളോടൊക്കെ ഒന്ന് മാറി നിൽക്കാൻ വേണ്ടി പറയും. മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കാതെ ഒന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു പറയില്ലേ? അതല്ലേ ഇപ്പൊ ഈ മാരിബിഷാന്റെ മാരിബിനിടയിൽ ആവർത്തിച്ച് ഓതിയത്, വംതാസുൽ യൗമ വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. മഹ്ശറിൽ വരുന്നൊരു പ്രഖ്യാപനമാണ് വംതാസുൽ യൗം. ഇന്ന് വേറിട്ട് നിൽക്കൂ, ഇന്ന് മാറി നിൽക്കൂ, ഒപ്പം നിൽക്കരുത്, ഒപ്പം നിൽക്കരുത്. അയ്യുഹൽ മുജ്രിമൂൻ, കുറ്റവാളികളെ ഒന്ന് മാറി നിൽക്കൂ. കാഫിരീങ്ങളെ മാറ്റി നിർത്തുകയാണ്, യഹൂദികളെ മാറ്റി നിർത്തുകയാണ്, ജൂതന്മാരെ മാറ്റി നിർത്തുകയാണ്, മുനാഫിഖുകളെ മാറ്റി നിർത്തുകയാണ്. ഈ ഉമ്മത്തിൽ നിന്നുള്ള കുറ്റവാളികളെയും മുഖം കറുത്തു നിൽക്കുന്ന ആളുകളെയും ഒന്ന് മാറ്റി നിർത്തുകയാണ്. മാറി നിൽക്കാൻ വേണ്ടി പറയുകയാണ്, ഒപ്പം നിൽക്കരുത്. മുഅ്മിനീങ്ങൾ മറ്റൊരു ഭാഗത്തേക്ക് അല്ലാഹു മാറ്റി നിർത്തിപ്പോയി, കാഫിരീങ്ങളെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി നിർത്തിപ്പോയി. റബ്ബ് സുബ്ഹാനഹു വ തആല നബിയുനാ ആദം അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നൊരു വാക്കുണ്ട് മഹ്ശറിൽ. അത് കേൾക്കുമ്പോ സഹോദരങ്ങളെ എല്ലാവരും ഒന്ന് വിറച്ചു പോകും. ചെറിയ കുട്ടികൾക്ക് പോലും നരബാധിച്ചു പോകും. യൗമയ്യജഅലുൽ വിൽദാന ശീബാ. ഇവിടെ ചെറുപ്പക്കാര് നരബാധിച്ചത് കണ്ടിട്ടില്ലേ? പ്രായമുള്ളവര് നരബാധിച്ചത് കണ്ടിട്ടില്ലേ? ചെറിയ കുട്ടികൾക്ക് നരബാധിച്ചത് കണ്ടിട്ടുണ്ടോ? 4 വയസ്സ് 3 വയസ്സ് 5 വയസ്സൊക്കെ ഉള്ള കുട്ടികള്, അവരുടെ ശരീരത്തിലെ തലയിലെ രോമങ്ങൾ മുഴുവനും നരച്ചു പോകും. ഒരു പ്രഖ്യാപനം അല്ലാഹു നടത്തുകയാണ്, ആദം നബിയെ, നിങ്ങളെ മുതുകിൽ നിന്ന് നരകത്തിലേക്കുള്ളവരെയും സ്വർഗത്തിലേക്കുള്ളവരെയും ഒന്ന് തരംതിരിച്ച് നിർത്തൂ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചോദിക്കുന്നു, എത്രയാണ് അല്ലാഹുവേ രണ്ടിലേക്കും മാറ്റി നിർത്തേണ്ടത്? മുഅ്മിനീങ്ങളെ ആ കണക്കൊന്ന് കേൾക്കുമ്പോ നന്നായി ആലോചിക്കണം. അല്ലാഹു പറയുന്നു, മിൻ കുല്ലി അൽഫിൻ തിസ്അതൻ വതിസ്ഈന വതിസ്അമിഅ ഇലന്നാർ. ഓരോ
1000-ൽ നിന്നും 999 നരകത്തിലേക്കാണ്, സ്വർഗത്തിലേക്ക് 1 1000-ൽ നിന്ന് ഒരു മെമ്പറാ സ്വർഗത്തിലേക്ക്, നരകത്തിലേക്ക് 999. എവിടെയെങ്കിലും കെട്ടിയെഴുതിയ വാറോല പറയുകയല്ല. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ സ്വഹീഹിൽ ഒന്നിലധികം തവണ കൊണ്ടുവന്ന ഹദീസാണിത്. മിൻ കുല്ലി അൽഫിൻ 99 ഇലന്നാർ. 999 മെമ്പർമാര് നരകത്തിലേക്ക് പോകുമ്പോ സ്വർഗത്തിലേക്ക് പോകുന്നത് ഒരേ ഒരാളാണ്. ഒന്ന് കൂട്ടി നോക്കൂ, 10,000 ആള് നരകത്തിലേക്ക് പോകുമ്പോ സ്വർഗത്തിലേക്കുള്ള മെമ്പർമാര് 10 1,00,000 ആളുകൾ നരകത്തിലേക്ക് പോകുമ്പോ സ്വർഗത്തിലെത്തുന്നത് 100 സുബ്ഹാനല്ലാഹ്. 1 കോടി ആളുകൾ നരകത്തിലേക്ക് പോകുമ്പോ എത്ര കണ്ട് ചുരുങ്ങിയ ആളുകളാ സ്വർഗത്തിലെത്തുന്നത്? വളരെ ചുരുക്കം ആളുകളല്ലേ? എവിടെയാണ് പ്രധാനമായുമുള്ള വ്യത്യാസം? ഇങ്ങനെ 999-ഉം 1-ഉമായിട്ട് വേർതിരിക്കുന്ന വ്യത്യാസം വരുന്നത് എവിടെയാണ് അറിയുമോ സഹോദരങ്ങളെ? സ്വഹാബത്തിന് ഈ ഹദീസ് നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഒരു ദിവസം രാത്രിയാണ്. ഒരു സ്ഥലത്ത് പോയി തിരിച്ചു വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മദീനയിലെത്താൻ കുറച്ചുകൂടി സമയം എടുക്കും, നമ്മൾ ഇവിടെ ഒന്ന് താമസിച്ച് രാവിലെ മദീനയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പൊ സ്വഹാബത്ത് നബി തങ്ങൾക്ക് വേണ്ടി ഒരു ടെന്റ് കെട്ടിക്കൊടുത്തു. പിന്നെ പലരും ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി രാത്രി എന്തെങ്കിലുമൊക്കെ കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ ഒരുങ്ങുകയാണ്. ചിലര് വെള്ളം ശേഖരിച്ചു വെച്ചു, ചിലര് വെള്ളം അടുപ്പിൽ വെച്ച് വെള്ളം ഇങ്ങനെ ചൂടായി വരുന്നു, ചിലര് ചട്ടി മുന്നോട്ട് വെച്ചുകൊണ്ട് ആ ചട്ടിയിൽ എണ്ണ ഒഴിച്ചുകൊണ്ട് എണ്ണ ചൂടാകുന്നു, ചിലരതാ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനുള്ള പൊടിയും മറ്റുമൊക്കെ എടുത്ത് ഒക്കെ റെഡിയാക്കി ഒരുങ്ങി നിൽക്കുമ്പോ അവർക്ക് ഇടയിൽ തങ്ങൾ ഈ ഹദീസ് അങ്ങ് പറഞ്ഞു. അന്ന് ചട്ടി വെച്ച ചട്ടി സുബിഹി വരെ അത് അടുപ്പിന്റെ മുകളിലാണ്. ഭക്ഷണം ഉണ്ടാക്കുന്നത് മറന്നുപോയി. വെള്ളം തിളച്ച വെള്ളം അങ്ങനെ തന്നെ, തിളച്ച എണ്ണ അങ്ങനെ തന്നെ, പൊടി കലക്കിയത് അങ്ങനെ തന്നെ, ധാന്യങ്ങൾ കഴുകി വെച്ചത് അങ്ങനെ തന്നെ. നേരം വെളുത്ത സമയത്ത് അവരെ മനസ്സിൽ നിന്ന് ബേജാറോടുകൂടെ തങ്ങളെ മുന്നിൽ വന്നവർ ചോദിക്കുന്നത്, അയ്യുനാ ദാലിക്കൽ വാഹിദു യാ റസൂലല്ലാഹ്, ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആ ഒരാള് ആരാണ് നബിയേ? 1000-ൽ ഒരാള് സ്വർഗത്തിലേക്കും 999 ആള് നരകത്തിലേക്കും എന്ന് പറയുമ്പോ ഞങ്ങളെ കൂട്ടത്തിൽ ഒരാള് ആരാണ് നബിയേ? ആ ഒരാളെ പറഞ്ഞു തരൂ, ഞങ്ങൾക്ക് സമാധാനമില്ല. സ്വഹാബത്ത് ഉറങ്ങാത്ത പല രാത്രികളും ഉണ്ട്. കൂട്ടത്തിൽ ഒരു രാത്രിയാണിത്. ആ ഒരൊറ്റ ഹദീസ് ചിന്തിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവര് പരസ്പരം ചർച്ച ചെയ്ത് ഭീതിയോടെ നേരം വെളുപ്പിച്ച രാത്രിയാണ്. സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. സ്വഹാബത്തിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ നിങ്ങൾ വിഷമിക്കരുത്, നരകത്തിലിട്ട് നിറക്കാൻ പറ്റുന്ന ഒരു സമുദായത്തെ അള്ളാഹു വേറെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അവരിൽ അധിക പേരും എന്നല്ല മുഴുവൻ ആളുകളും നരകത്തിലേക്കുള്ളവരാണ്. ആരാണ് നബിയെ? അവര് യഅ്ജൂജ് മഅ്ജൂജ് എന്ന് പറയുന്ന ഒരു സമൂഹമാണ്. അവര് കുറച്ചൊന്നുമല്ല ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം അവരെ ആശ്വസിപ്പിച്ചെങ്കിലും പിന്നെയും സ്വഹാബത്ത് ഹദീസ് വിടാതെ ചോദിച്ചിട്ടുണ്ട്, എവിടെയാണ് വ്യത്യാസം എന്നറിയുമോ? വിശ്വാസ രംഗത്താണ് വ്യത്യാസം, ഈമാനിക രംഗത്താണ് വ്യത്യാസം. അടിയുറച്ച കറകളഞ്ഞ ഈമാനുള്ളവരല്ലാതെ സ്വർഗത്തിൽ പോകൂല. സ്വർഗം അത്രമാത്രം പരിശുദ്ധിയുടെ ഭവനമാണ്. കറകളഞ്ഞ ഈമാനുള്ള മനുഷ്യനല്ലാതെ സ്വർഗത്തിലെത്തൂല. പള്ളിയിൽ വന്നിട്ടുണ്ട്, നിസ്കാരം നിർവഹിച്ചിട്ടുണ്ട്, നോമ്പൊക്കെ നോറ്റിട്ടുണ്ട്. വിശ്വാസം വൈകല്യമാണെങ്കിൽ അവനെ പറ്റി പറയുന്ന മറ്റൊരു പേരാണ് മുനാഫിഖ് എന്ന്. ആ മുനാഫിഖിന് ഒരുക്കിയിരിക്കുന്ന ലോകമേതാണ്? ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫരി മിനൻ
മിനന്നാർ. നരകത്തിന്റെ അടിത്തട്ടാണ്, 7-ാം തട്ടാണ് അള്ളാഹു സജ്ജീകരിച്ചു വെച്ചിരിക്കുന്നത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നരകത്തിലേക്കും സ്വർഗത്തിലേക്കുള്ള ആളുകളെ തരംതിരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ, അവരെ എണ്ണം പറഞ്ഞപ്പോ ചെറിയ കുട്ടികളൊക്കെ പേടി കൂടിയിട്ട് അവര് നരബാധിച്ചു പോയി. എന്താണ് ഈ പറയുന്ന എണ്ണം? സ്വർഗക്കാരിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ. അതിന് പറ്റുന്ന നല്ല നല്ല അമലുകളൊക്കെ നമ്മളിവിടെ ചെയ്യണം. സിറാത്ത് വിട്ടുകിടക്കുന്ന ഭാഗ്യവാന്മാരെയും സിറാത്തിൽ അല്ലാഹു തആല ഒരുക്കിയിരിക്കുന്ന പോയിന്റുകളെയും ചുരുങ്ങിയ രൂപത്തിലൊന്ന് പറയാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. അതിന് മുമ്പ് മഹ്ശറിൽ വരുന്ന ആളുകളെ തരംതിരിച്ചുകൊണ്ട് 2 ഭാഗത്തേക്ക് നിർത്തിയിട്ട് വിചാരണ ആരംഭിക്കുന്നതിന്റെ മുന്നോടിയായി റബ്ബ് സുബ്ഹാനഹു വ തആല വിചാരണ ആരംഭിക്കുന്നതിന്റെ മുന്നോടിയായി 2-3 തരം ആളുകളെ അല്ലാഹു തആല മുന്നിലേക്ക് കൊണ്ടുവരും. ആളുകളെ മൊത്തം കാണിക്കുന്ന രൂപത്തിലൊരു വിചാരണ. ഒരാളോട് അല്ലാഹു തആല ചോദിക്കുന്നു, നിങ്ങൾക്കെന്തേ വിശ്വസിക്കാനും അനുസരിക്കാനും ഇബാദത്ത് ചെയ്യാനൊക്കെ എന്തേ പ്രയാസം? അപ്പൊ അദ്ദേഹം പറയും, അല്ലാഹുവേ, ദുനിയാവിൽ എനിക്ക് ഒരുപാട് തിരക്ക് കൂടിപ്പോയി. തിരക്കോട് തിരക്ക്, ഒരു ഒടിവും ഒരു കഴിവും ഒരു ഒഴിവും എനിക്ക് കിട്ടിയിട്ടില്ല. നിനക്ക് ഇബാദത്ത് എടുക്കാനും നിനക്ക് വേണ്ടതുപോലെ നിന്നെ വിശ്വസിക്കാനും ആരാധന നടത്താനും ഒന്നിനും ഒഴിവ് കിട്ടിയിട്ടില്ല. അങ്ങനെ പറയുമ്പോ അല്ലാഹു തആല മറ്റൊരു ഭാഗത്തുകൂടെ അല്ലാഹുവോട് വെളിവാക്കുന്നു. നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല ചോദിക്കുന്നു, നിങ്ങൾക്ക് ഞാൻ എന്തെല്ലാം തന്നു? അല്ലാഹുവേ, നീ എനിക്ക് രാജാധികാരം തന്നു. പിന്നെ എന്ത് തന്നു? എനിക്ക് സമ്പത്ത് തന്നു. പിന്നെ എന്ത് തന്നു? ഒരുപാട് സൗകര്യങ്ങൾ തന്നു, ഒരുപാട് വിഷയങ്ങൾ എനിക്ക് തന്നു. എന്നിട്ട് ഞാൻ ആ തന്നതിൽ ഏതെങ്കിലും ഒന്ന് എന്നെ ഓർക്കുന്നതിനും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾ ഒരുക്കി തന്നതും എല്ലാം നിനക്ക് ശുക്ർ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുകയല്ലാതെ ഒന്നും നിനക്കുള്ള ശുക്രിന് തടസ്സമായിട്ടില്ല. ഇബാദത്തിന് എന്നെ മുടക്കിയിട്ടില്ല. ആ മനുഷ്യനോട് പറയുന്നു, നീ പറഞ്ഞത് പച്ചക്കള്ളമാണ്, നീ പറഞ്ഞത് ഒരു നിലക്കും ശരിയല്ല. നിന്നെക്കാളും എത്രയോ വലിയ തിരക്കുള്ള മനുഷ്യനാണിത്. പക്ഷേ ഒരിക്കൽ പോലും എന്നെ ഓർക്കുന്നതോ എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതോ മുടങ്ങിയിട്ടില്ല. മറ്റൊരാളെ കൊണ്ടുവരുന്നു, നിനക്കെന്തേ പ്രയാസം? അയാള് പറയുന്നു, അല്ലാഹുവേ, എനിക്ക് പരീക്ഷണമാണ്. എന്റെ ശരീരത്തിലും എന്റെ കുടുംബത്തിലും എന്റെ സമ്പത്തിലും വലിയ പരീക്ഷണം അനുഭവിച്ചുകൊണ്ട് നിന്നെ വിശ്വസിക്കാനോ വേണ്ടതുപോലെ ഇബാദത്ത് ചെയ്യാനോ കഴിഞ്ഞില്ല. അല്ലാഹുവോടെ കൊണ്ടുവരുന്നു നബിയുല്ലാഹി അയ്യൂബ് അലൈഹിസ്സലാം. അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ കൊണ്ടുവരുന്നു. അയ്യൂബ് നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നു, നിങ്ങളെ ഞാൻ പരീക്ഷിച്ചില്ലേ? പരീക്ഷിച്ചു. ശരീരത്തിൽ പരീക്ഷിച്ചില്ലേ? പരീക്ഷിച്ചു. സാമ്പത്തികമായി പരീക്ഷിച്ചില്ലേ? അതെ അല്ലാഹുവേ, പരീക്ഷിച്ചു. കുടുംബത്തിലും പരീക്ഷണം വന്നില്ലേ? വന്നു. എന്നിട്ട് എന്തെങ്കിലും തടസ്സം നിങ്ങൾക്ക് നേരിട്ടോ? എനിക്ക് ഇബാദത്ത് ചെയ്യാനും എന്നെ അനുസരിക്കാനും വിശ്വസിക്കാനും? അയ്യൂബ് നബി അലൈഹിസ്സലാം പറയുന്നു, എനിക്കൊരു തടസ്സവും വന്നിട്ടില്ല. പരീക്ഷണം ഉണ്ടായി എന്ന് കരുതിയിട്ട് ഞാൻ മാറി നിന്നിട്ടില്ല. നിനക്ക് ശുക്ർ ചെയ്യുന്നതിന് എനിക്ക് ഒന്നും തടസ്സമായിട്ടില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ മനുഷ്യനോട് നീ കളവാണ് പറഞ്ഞത്. ഇത്രമാത്രം എന്റെ പരീക്ഷണങ്ങൾക്ക് വിധേയമായ ആളല്ലേ അയ്യൂബ് അലൈഹിസ്സലാം. അവർക്ക് എന്നെ വിശ്വസിക്കുന്നതിനോ എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിനോ ഒരു തടസ്സവും വന്നില്ലല്ലോ. പിന്നൊരാളെ കൊണ്ടുവരുന്നു. അയാൾക്ക് അല്ലാഹു തആല എന്താ നൽകിയത്? ശാരീരികമായ ഭംഗിയും നല്ല പ്രൗഢിയും നൽകി. ആ ശാരീരികമായ ഭംഗിയും പ്രൗഢിയും ഒക്കെ ഉള്ളതിനോടുകൂടെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, നിനക്കെന്തേ പ്രയാസം? അല്ലാഹുവേ, ഞാൻ എന്റെ ശരീരത്തിന്റെ ഭംഗിയും എന്റെ സൗകര്യങ്ങളും മറ്റുമൊക്കെ അതൊക്കെ ഒരു ഭാഗത്തേക്ക് ലെവലാക്കിയിട്ട് നിനക്ക് ഇബാദത്ത് ചെയ്യാനും നിന്നെ വിശ്വസിക്കാനും ഒക്കെ തുനിഞ്ഞു മുന്നോട്ട് വരാമെന്ന് കരുതി. പക്ഷേ നടന്നില്ല എന്ന് പറയുമ്പോ അല്ലാഹു തആല നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം അവരെ മുന്നോട്ട് നിർത്തുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നു,
ചോദിക്കുന്നു, നിങ്ങൾക്ക് ഞാൻ ഭംഗി തന്നില്ലയോ? ഭംഗി തന്നു. ഭംഗിയുള്ള ഭാര്യയെ തന്നില്ലയോ? ഭംഗിയുള്ള ഭാര്യയെയും തന്നു. ജീവിക്കാൻ നല്ല സെറ്റപ്പുള്ള കൊട്ടാരം തന്നില്ലേ? തന്നു. എന്നിട്ട് എന്തെങ്കിലും കൊട്ടാരമോ, ഭംഗിയുള്ള ശരീരമോ, ഭംഗിയുള്ള ഭാര്യയോ, നല്ല കുടുംബമോ, ഏതെങ്കിലും ഒന്ന് എന്നെ ഓർക്കുന്നതിന്, വിശ്വസിക്കുന്നതിന് വിഘാതമായോ? ഇല്ലേ, ഇല്ല. വിചാരണയുടെ ഒരു സാമ്പിൾ അല്ലാഹു തആല അവിടെ ഇങ്ങനെ പുറപ്പെടുവിക്കാൻ. മൂന്നാളുകളും പറഞ്ഞത് മൂന്ന് രൂപത്തിലാണ്. ഒഴിഞ്ഞു മാറാനുള്ള പല അടവുകളും മനുഷ്യന്മാര് ഏറ്റവും അധികം പറയുന്നൊരു ലോകമാണ് പാരത്രികലോകം മഹ്ശറിൽ. വിചാരണ ആരംഭിക്കുന്ന ഘട്ടത്തിൽ സഹോദരങ്ങളെ, വിചാരണയിൽ എളുപ്പമായി കിട്ടാനുള്ള മാർഗങ്ങളൊക്കെ ദുനിയാവിൽ വെച്ച് നമ്മൾ ചെയ്യണം. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ.